1.4 ബില്യൺ കത്തോലിക്ക പീപ്പിൾ ഉറ്റുനോക്കിയിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ മാർപ്പാപ്പയുടെ സെലക്ഷൻ. അത് കഴിഞ്ഞു, നമുക്ക് നല്ലിടയനെ കിട്ടി. ഇതിൽ ലിയോ 14 നമ്മുടെ പുതിയ മാർപ്പാപ്പ. നമ്മുടെ 267 മാർപ്പാപ്പയാണ് കേട്ടോ ലിയോ 14. അപ്പം മാർപ്പാപ്പയെക്കുറിച്ച് ഉള്ള കുറച്ച് ഫാക്റ്റുകളും അതിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാർപ്പാപ്പയുടെ സെലക്ഷൻ നമുക്ക് ചിലപ്പോൾ 2 ദിവസം 3 ദിവസം അങ്ങനെ വീക്കുകളോളം നീടാറുണ്ട്. അപ്പം നമ്മുടെ ചരിത്രത്തിൽ തന്നെ 3ാമതാണ് 2 ദിവസത്തിനുള്ളിൽ തിരഞ്ഞെടുത്തേക്കുന്ന മാർപ്പാപ്പ വന്നേക്കുന്നത്. 3 പേരാണ് ടോട്ടൽ തിരഞ്ഞെടുത്തേക്കുന്നത് 2 ദിവസത്തിനുള്ളിൽ. അതിൽ ഫസ്റ്റ് ആൾ ബെനഡിക്ട് 16 ആയിരുന്നു, 2ാമത്തെ ആൾ പോപ്പ് ഫ്രാൻസിസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 3ാമത്തെ ആളാണ് ലിയോ 14. അപ്പോൾ ലിയോ 14 കുറിച്ച് പറയുവാണെങ്കിൽ ലിയോ 14 മാർപ്പാപ്പ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കർദിനാളായിട്ട് അധികം നാളായിട്ടില്ല കേട്ടോ. 1.5 വർഷമേ ആയിട്ടുള്ളൂ. അതായത് 2023 സെപ്റ്റംബറിലാണ് ലിയോ മാർപ്പാപ്പ കർദിനാളായത്. അത് നമ്മുടെ പോപ്പ് ഫ്രാൻസിസിൽ നിന്നാണ് കർദിനാൾ പട്ടം സ്വീകരിച്ചത് സെപ്റ്റംബർ 2023. അപ്പോൾ പിന്നെ മാർപ്പാപ്പയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ലിയോ മാർപ്പാപ്പയുടെ ഫുൾ നെയിം റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ മാർപ്പാപ്പ ആയി കഴിയുമ്പോഴേക്കും അവർക്ക് ഏതെങ്കിലും പേര്, ഫേമസ് ആയിട്ടുള്ള പേര് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം മാർപ്പാപ്പ ഇപ്രാവശ്യം സ്വീകരിച്ച നെയിമാണ് ലിയോ 14. അമേരിക്കയുടെ ഫസ്റ്റ് മാർപ്പാപ്പയാണ്. അതുകൊണ്ട് അമേരിക്കക്കാരൊക്കെ ഭയങ്കര പ്രൗഡായിട്ടാണ് കാണുന്നത് ഈ മൊമെൻറ്റിനെ. അപ്പോൾ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഈ മാർപ്പാപ്പ ചിക്കാഗോയിലാണ് ജനിച്ചു വളർന്നത്. അവിടെ നിന്നാണ് കത്തോലിക്കയുടെ നല്ലിടയനായിട്ട് ഇപ്പം എത്തിയേക്കുന്നത്. മാർപ്പാപ്പയുടെ സെലക്ഷനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്കറിയാമല്ലോ, കർദിനാളുമാരെ ലോകത്തിൽ നിന്ന് എല്ലായിടത്തും തിരഞ്ഞെടുക്കപ്പെട്ട കർദിനാളാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഇലക്ഷന് വേണ്ടി 135 കർദിനാൾമാരാണ് സെലക്ട് ആയത് വോട്ട് ചെയ്യാൻ വേണ്ടി കേട്ടോ. അപ്പം ഈ 135-നകത്ത് 2 പേര് സിക്കായതുകൊണ്ട് അവർ പങ്കെടുത്തില്ല. അപ്പോൾ 133 കർദിനാൾമാരാണ് ഇപ്രാവശ്യം വോട്ട് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം വോട്ടിനകത്ത് കറുത്ത പുക വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഇലക്ഷൻ സക്സസ്ഫുൾ ആയില്ല എന്നാണ്. അപ്പം ആ കറുത്ത പുക വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സെലക്ട് ചെയ്തതിന് ശേഷം അവർ കൗണ്ട് ചെയ്യുമ്പോഴേക്കും ഭൂരിപക്ഷം കിട്ടാതെ വരുമ്പോൾ ആ ബാലറ്റ് പേപ്പർ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് കത്തിക്കും. ആ കൂട്ടിയിട്ട് കത്തിക്കുമ്പം ആണ് ഈ കറുത്ത പുക ആൾക്കാരെ അറിയിക്കുന്നത്. അപ്പം ലോകത്തുള്ള എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയല്ലേ. അപ്പോൾ അതെല്ലാവരെയും അറിയിക്കാനുള്ളൊരു സിഗ്നലാണ് ഈ കറുത്ത പുക വന്നു കഴിഞ്ഞാൽ സെലക്ഷൻ ആയില്ല. അപ്പം ഇനി അടുത്തൊരു മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം എന്നാണ് പറയുന്നത്, നല്ലൊരു ആളെ കിട്ടാൻ വേണ്ടി. 2ാമത്തെ ദിവസം സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ലിയോ 14 മാർപ്പാപ്പനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ വെളുത്ത പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം കിട്ടി മാർപ്പാപ്പ സക്സസ്ഫുൾ ആയിട്ട് ഇലക്റ്റഡ് ആയെന്ന് പബ്ലിക്കിനെ അറിയിക്കുന്നതാണ് വെളുത്ത പുക വരുന്നത് കേട്ടോ. അപ്പോൾ ലിയോ 14 മാർപ്പാപ്പനെ തിരഞ്ഞെടുത്തതിന് ശേഷം അവർക്ക് ഉടുപ്പിൻ്റെ ഒരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ അതായത് ഒരു 3 ഉടുപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കി അവരവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയില്ലല്ലോ ആൾക്കാരുടെ സൈസ്. അപ്പം സ്മോൾ, ലാർജ്, മീഡിയം എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മാർപ്പാപ്പ ആയതിനു ശേഷം അവരുടെ സൈസ് അനുസരിച്ച് ആ ഉടുപ്പിട്ടിട്ട് വേണം മാർപ്പാപ്പയായിട്ട് ആൾക്കാരെ വന്ന് ഫസ്റ്റ് അഭിസംബോധന ചെയ്യുന്നത്. ലിയോ 14 മാർപ്പാപ്പ ആദ്യമായിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്തപ്പം എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? പീസ് ബി വിത്ത് യു എന്ന്. അതായത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാർപ്പാപ്പയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.